ഹലോ മക്കളെ, അങ്ങനെ ഫൈനലി നീറ്റ് 2026ൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഔട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങളുടെ നീറ്റ് 2026 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം 8 ഫെബ്രുവരി, അതായത് ഇന്നലെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഔട്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട്. അതായത് 8 മാർച്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നീറ്റിന് രജിസ്റ്റർ ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഫീസ് അടയ്ക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. റെഡി? ഇനി ഒരു കാര്യം എൻ്റെ മക്കൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുക, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മുടെ നീറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള neet.nta.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ നീറ്റ് എക്സാം നടന്നിട്ടുള്ളത് 5th മെയിലാണെന്നുണ്ടെങ്കിൽ ഈ തവണ നിങ്ങളുടെ നീറ്റ് എക്സാം നടക്കുന്നത് 3rd മെയിലാണ്. അപ്പോൾ എക്സാം ഡേറ്റും കൂടെ ഇത്തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാർച്ച് 10th മുതൽ മാർച്ച് 12th വരെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്ഷൻ ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷെ അതിന് കരുതിയിട്ട് എന്ത് തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ധാരണ വെക്കാതിരിക്കുക. കാരണം ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കറക്ഷൻ എല്ലാവരുമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ആപ്ലിക്കേഷൻ ഫോം വന്നു, നാളെ തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, അപ്ലൈ ചെയ്യുക, അങ്ങനെ ധൃതി കൂട്ടാതിരിക്കുക. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ വായിച്ചു നോക്കി അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് തന്നെ കൃത്യമായിട്ട് മാക്സിമം, നമുക്കിപ്പോൾ ഹ്യൂമൻ എറേഴ്സ് സംഭവിക്കാം, പക്ഷേ മാക്സിമം തെറ്റൊന്നും പറ്റാതെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇതിന് മുൻപ് തന്നെ നമ്മുടെ നീറ്റ് 2026ൻ്റെ സിലബസ് ഔട്ടായിട്ടുണ്ട്. വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, എന്നാലും അതിൻ്റെ ഒരു PDF കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മിസ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ട മക്കളാണെന്നുണ്ടെങ്കിൽ ആ PDF ഡൗൺലോഡ് ചെയ്ത് വെക്കുക, നമ്മുടെ സിലബസ് അക്കോർഡിംഗ്ലി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോൾ ചിലപ്പം ഇപ്പം നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ കൂടെ ആയതുകൊണ്ട് ചിലപ്പം നടക്കുന്നില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട. നിങ്ങൾ NCERT പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ നീറ്റിന് പഠിക്കുന്നുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ്, അതായത് 8 മാർച്ചിനാണ് ലാസ്റ്റ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്. അന്ന് പോയിട്ട് അപ്ലൈ ചെയ്യാമെന്നല്ല, പക്ഷേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ശ്രദ്ധിച്ച് കൃത്യമായിട്ട് തന്നെ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.